അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ 2 വർഷക്കാലമായി മേക്കാലിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ പ്രവാസി സംഘടനയാണ് മേക്കാലിനി എക്സ്പാട്രിയേറ്റ് വെൽഫെയർ അസോസിയേഷൻ. ഈ 2 വർഷക്കാലം വളരെയധികം സേവന പ്രവർത്തനങ്ങൾ അൽഹംദുലില്ലാഹ് നമുക്ക് നമ്മുടെ കൂട്ടായ്മ കൊണ്ട് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ പ്രഥമ പരിഗണനയായിട്ട് നമ്മളുടെ സംഘടന ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ ദൈനംദിന കാര്യങ്ങളിലെ വളരെയധികം വിഷയങ്ങളിൽ ഉള്ള ആളുകളുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാനും അതുപോലെ തന്നെ നല്ല നല്ല വിദ്യാഭ്യാസപരമായിട്ടുള്ളതും അതുപോലെ തന്നെ അറിവുകൾ പകർന്നു നൽകുന്നതുമായിട്ടുള്ള കൂടുതൽ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുവാനും അതുവഴി ജനങ്ങളെ പല കാര്യങ്ങളിലും ഉത്ബുദ്ധരാക്കുവാനുമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പല വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് ക്ലാസ്സുകൾ നടത്തണമെന്നും അതുപോലെ അത് മുഖേന ജനങ്ങളെ ഉത്ബുദ്ധരാക്കുവാനും പ്രത്യേകിച്ച് ഞങ്ങളുടെ സംഘടനയിലുള്ള അംഗങ്ങൾക്ക് വളരെ വിജ്ഞാനപ്രദമായ അറിവുകൾ സമ്മാനിക്കണമെന്നും ഉള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ ക്ലാസ്സുകൾ നമ്മൾ തുടക്കം കുറിക്കുന്നത്. വളരെയധികം വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പ്രവാസികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് കടൽ കടന്ന് തൻ്റെ ഉപജീവന മാർഗം തേടിയുള്ള ഈ യാത്രയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവരുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ വിവിധ മാർഗങ്ങളിൽ അവർ പണിയെടുത്ത് ഉണ്ടാക്കുന്ന ധനം വിനിയോഗിക്കുന്നതിനെ കുറിച്ചുമുള്ള ക്ലാസ്സുകൾക്കാണ് ഞങ്ങൾ മുൻതൂക്കം നൽകിയത്. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന പല എക്സ്പെർട്സുകളെയും ഞങ്ങൾ സമീപിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് അവരെല്ലാവരും നമ്മളുടെ ഓരോ ക്ലാസ്സുകളിൽ സംബന്ധിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ ഈ ക്ലാസ് നമ്മളെ ക്ലാസ് നയിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് മേഖലയിലും അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയിലും 15 വർഷത്തോളം പരിചയമുള്ള ബാങ്കിങ് രംഗത്തെ വളരെയധികം വിശ്വാസം ആർജിച്ച കസ്റ്റമേഴ്സിന്റെ വിശ്വാസം ആർജിച്ച ഒരു ബഹുമുഖ പ്രതിമയാണ് അദ്ദേഹം. പറഞ്ഞു വരുമ്പോൾ നമ്മളുടെ നാട്ടുകാരനും കൂടിയാണ്. അതായത് എല്ലാവർക്കും അറിയാം, നമ്മുടെ മുണ്ടേത്ത് ഇക്ബാൽ സാഹിബിന്റെ പെങ്ങളുടെ മകനാണ് അദ്ദേഹം. വിദേശത്തും ഇന്ത്യയിലും വളരെയധികം ബാങ്കുകളിൽ പ്രത്യേകിച്ച് HSBC അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക് എന്നിങ്ങനെയുള്ള ബാങ്കിങ്ങിന്റെ ഉന്നത ബാങ്കിങ് സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ച് പരിചയം നേടിയിട്ടുള്ളതും ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് മേഖലയിൽ വളരെയധികം കഴിവ് തെളിയിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് നമ്മുടെ ഈ ചർച്ചയിൽ, ഇതൊരു ചെറിയ ചർച്ചയാണ്, ഈ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് ഏൽക്കുകയും അദ്ദേഹം അതിനുള്ള സമയം കണ്ടെത്തുകയും ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ ശ്രമിക്കാനായിട്ട് നമ്മൾ എല്ലാവരും കാതോർക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ചർച്ച ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് മേക്കാലിനി എക്സ്പാട്രിയേറ്റ് വെൽഫെയർ അസോസിയേഷന്റെ പ്രസിഡന്റ് സിറാജുദ്ദീൻ സാഹിബിനെ ക്ഷണിച്ചോളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. മേക്കാലിനി എക്സ്പാട്രിയേറ്റ്സ് വെൽഫെയർ അസോസിയേഷൻ മേവ അംഗങ്ങളുടെ ക്ഷേമം ഉദ്ദേശിച്ച് തുടങ്ങുന്ന പുതിയൊരു പദ്ധതിയാണ് മേവ ടോക്സ്. പ്രവാസി സഹോദരങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയോ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. പ്രവാസികൾ അഭിമുഖീകരിക്കുന്ന തൊഴിൽ, വിസ, നാട്ടിലുള്ള മക്കളുടെ വിദ്യാഭ്യാസം, തുടർ പഠനം, മാനസിക പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങളുണ്ട്. ആദ്യഘട്ടത്തിൽ മേവ പ്രവാസികളുടെ സാമ്പത്തിക നിക്ഷേപ സാധ്യതകളെയാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാസം ഒരു താൽക്കാലിക പ്രതിഭാസമാണെന്നും ഈ കാലയളവിലെ സമ്പാദ്യം പ്രവാസാനന്തര ജീവിതത്തിൽ എങ്ങനെ ഉപകാരപ്പെടുത്താം എന്നതുമാണ് ഇന്നത്തെ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തിൽ പരിചയസമ്പന്നനായ മുഹമ്മദ് ഹിഷാമാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ പരിപാടി അള്ളാഹുവിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ പരിപാടി എല്ലാ അംഗങ്ങൾക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും. നന്ദി പ്രിയപ്പെട്ട സിറാജുദ്ദീൻ സാഹിബ്. ഇനി അധികം താമസിപ്പിക്കുന്നില്ല, നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ വിഷയം അവതരിപ്പിക്കുന്നതിനായിട്ട് മുഹമ്മദ് ഹിഷാമിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ഹിഷാം. അസ്സലാമു അലൈക്കും. റാഷി എന്നെ ഒരു 2 ആഴ്ച മുമ്പ് എന്നെ വിളിച്ച് ഇങ്ങനെ ബന്ധപ്പെട്ട് ഇങ്ങനെ ഈ സബ്ജക്റ്റിനെ പറ്റി കാര്യമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ എങ്ങനെയാണ് ഇത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് നമ്മളൊരു
ക്ലാസ് പോലെ എടുക്കാനാണോ, ഏത് രീതിയിലാണ്? കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ചെറിയ സബ്ജക്റ്റ് അല്ല. നമുക്ക് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കൊണ്ടോ നമുക്കിത് പറഞ്ഞു തീരുന്ന ഒരു സംഭവമല്ല. അതിന് കുറച്ച് സമയമാണ്. അപ്പൊ ഞങ്ങൾ അതിന് എളുപ്പമായിട്ടുള്ള ഒരു മാർഗം പറഞ്ഞത്, നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ അത് എത്ര ചെറുതായാലും വലുതായാലും അത് നമുക്കൊരു അങ്ങനത്തെ ഒരു ചോദ്യോത്തര രീതിയിൽ മുന്നോട്ട് പോകാണെങ്കിൽ കുറച്ചും കൂടി ഉപകാരപ്പെടും. പ്രത്യേകിച്ച് എന്താ ഇതിലൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന പോലെ ബാങ്കിങ് മേഖലകളിൽ ഏകദേശം ഒരു 15 വർഷത്തോളം വർക്ക് ചെയ്തതാണ്. ബാങ്കിങ് മാത്രമല്ല, അതില് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത് ഇൻവെസ്റ്റ്മെന്റ് മേഖലയാണ്. അപ്പൊ ഇവിടെ അതില് ഞാനൊരു 4-5 വർഷം പ്രവാസ ജീവിതം നയിച്ചിട്ടുണ്ട്. അതായത് ഞാൻ അബുദാബിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ പ്രവാസികളുടെ ജീവിതവും അവരവിടെ എങ്ങനെയാ ജീവിക്കണേന്നും അവര് നാട്ടിൽ കുറെ നാൾ കഴിഞ്ഞ് വരുന്ന എന്തായിരിക്കും അവരുടെ ജീവിതം എന്നുള്ളതിന്റെ ഒക്കെ ഒരു ധാരണ എനിക്ക് അവിടെ പോയതുകൊണ്ട് ഏകദേശം കിട്ടി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട് പ്രവാസികൾക്ക്. പഴയ കാലം പോലെയൊന്നുമല്ല. പഴയ കാലത്ത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ കാരണന്മാരുടെ കാലത്ത് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്പാദിച്ച കാശ് ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റാത്താണെങ്കിൽ ബാങ്കിൽ കുറെ ഇടും. അങ്ങനെയുള്ളതല്ല വേറെ മേഖലകളിലെ ആളുകൾക്ക് അതിനെപ്പറ്റി അറിയില്ല. ഇപ്പൊ അതൊക്കെ ഒരുപാട് മാറി, ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പൊ ഡിജിറ്റലായി അങ്ങനെ നമുക്ക് ഏത് രാജ്യത്ത് എവിടെ നിന്നും നമുക്ക് എത്ര ചെറിയ എമൗണ്ട് പോലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ശരിക്കും ഇതൊക്കെ നമ്മൾ ഇപ്പൊ മുതലേ ചർച്ച ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇതിപ്പോ നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും പുറത്ത് രാജ്യത്താണെങ്കിലും ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഘടകമാണ്. അതിൽ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ കുറച്ച് ഫണ്ട് ഉണ്ട്. നമ്മൾ ഇതൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ സമ്പാദിക്കുന്ന കാശാണ്. ഈ കാശിന്റെ മൂല്യം കുറയാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. അതായത് ഇന്നത്തെ കാലത്ത് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്ന് പറയുന്ന ഒരു വലിയ സംഭവമുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല, പക്ഷെ അതാണ് ഏറ്റവും വലിയ സംഭവം. അപ്പൊ അത് എങ്ങനെ ഒഴിവാക്കി നമ്മൾ സമ്പാദിച്ച കാശിന് അതിൻ്റെതായ മൂല്യം നിലനിർത്തുക എന്നുള്ളത് ഒരു വലിയ ഘടകമാണ്. അതിന് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ അതൊക്കെ ഡിസ്കസ് ചെയ്യും. അതുപോലെ പറയുകയാണെങ്കിൽ, ടു ദ പോയിന്റ് പറയുകയാണെങ്കിൽ, നാട്ടിൽ വരുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ളൊരു മാർഗം ഇങ്ങനെയുള്ള ഇതിലൂടെ എങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഈ ചർച്ചയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് പ്രവാസിയാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്കിപ്പോ എന്ത് ഒരു പുതിയ ഒരു പലതും നമ്മൾ കേട്ടിട്ടൊന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെ അത് മുന്നോട്ട് പോകണം, അതിനെപ്പറ്റി ഒരു ഐഡിയ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്ത് ഓപ്പർച്യൂണിറ്റി തുടങ്ങണം, എങ്ങനെ, അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അതായത് ഒരു പ്രവാസിനെ സംബന്ധിച്ച് ഇപ്പൊ പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മെയിൻ ഓപ്ഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് ഗോൾഡ്, സ്വർണത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് റിയൽ എസ്റ്റേറ്റ്, സ്ഥലമോ ഫ്ലാറ്റോ ബിൽഡിങ്ങുകളോ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. പിന്നെ കമ്പനികളുടെ ബോണ്ട് ഉണ്ട്, കടപ്പത്രം, അങ്ങനെയുള്ള സംഭവങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ്, അതൊരു വലിയ സംഭവമാണ്, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർ ഗോൾഡിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട, അവർക്ക് ഗോൾഡ് പോയി വാങ്ങിക്കാൻ സാധാരണക്കാരനറിയാം. സ്ഥലം വാങ്ങിക്കുന്ന ഒരു ആവശ്യം അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ചെയ്യാൻ ഒരു സാധാരണക്കാരനെ കൊണ്ട് പറ്റും. സ്ഥലം വാങ്ങുമ്പോൾ വലിയ കാശ് വരും, അതൊരു സാധാരണക്കാരൻ്റെ ഇതല്ല, എന്നാലും അവർക്ക് അതിനെപ്പറ്റി അറിയാം. പിന്നെ ഉള്ളത് ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഏതൊരാൾക്കും ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ അതും അവർക്ക് അറിയാം. ഇതിൽ അജ്ഞമായി കിടക്കുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റാണ്. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ മേഖലകൾ, FD ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും, ഈ പറയുന്ന ഇതൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഇതിനൊരു ടേം ഉണ്ട്, അസറ്റ് ക്ലാസ്. ഓരോ അസറ്റുകളുടെ ക്ലാസ്സാണ്. ഈ 4 വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം അല്ലെങ്കിൽ റിട്ടേൺ കിട്ടുന്ന അസറ്റ് ക്ലാസ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റാണ്. എന്നിരുന്നാൽ പോലും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അജ്ഞതയുള്ള ഒരു മേഖല അതാണ്. കാരണം നമ്മളുടെ മനസ്സിലേക്ക് ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ സാധാരണ മനുഷ്യന്റെ മനസ്സിലേക്ക് കേൾക്കുമ്പോൾ തന്നെ വരുന്നത് ന്യൂസ് പേപ്പറിലുള്ള ഒരു പിക്ചർ ആയിരിക്കും. തലയിൽ കൈ വെച്ചിരിക്കുന്ന ആളുകളുടെ ഫോട്ടോ, കുറെ സ്ക്രീനുകൾ ഉണ്ടാവും,
മാർക്കറ്റ് ഇടിഞ്ഞു തകർന്നു. അതാണ് ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന 2 ടൈപ്പ് ആളുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ട്രേഡർമാരാണ്, ഒന്നെന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ്. ഇവർ തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ട്രേഡർമാരെന്ന് പറയുന്നത് ഇന്നത്തെ എന്തെങ്കിലും ന്യൂസ്, അതെന്തെങ്കിലും ഇന്ന സ്ഥലത്ത് എന്തെങ്കിലും സംഭവിക്കാൻ പോകണം, അല്ലെങ്കിൽ ഗവൺമെന്റ് എന്തെങ്കിലും പുതിയ ഡിസിഷൻ നടത്താൻ പോകണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്ന എന്തെങ്കിലും ചേഞ്ചസിൽ അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതൊരു ഊഹക്കച്ചവടത്തിന് തുല്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് വേറൊരു മേഖല. അതായത് അവരൊരു കമ്പനി കണ്ട് ആ കമ്പനീനെ പറ്റി പഠിച്ച് അതൊരു ബിസിനസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. നമ്മളൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത നാളെ വിൽക്കില്ല. ഇതിനെ സംബന്ധിച്ച് ഇത് ഇൻവെസ്റ്ററുടെ മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിൽ വേണം ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ഇതൊരിക്കലും നമുക്ക് പെട്ടെന്ന് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഒരു ഇൻവെസ്റ്ററിന് ഏറ്റവും കൂടുതൽ വേണ്ട ക്വാളിറ്റി പേഷ്യൻസ് ആണ്. അതായത് ആ പേഷ്യൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ആലോചിക്കാനേ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരാനുള്ള സമയം നമ്മൾ അതിന് കൊടുക്കണം. അങ്ങനെ കൊടുക്കാതെ വരുമ്പോഴാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടം വന്നു എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഈ മേഖലയിൽ ഏകദേശം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു 12 വർഷത്തോളം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടം വന്നേക്കുന്ന ആളുകളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതായത് ഞാൻ ഓരോ ദിവസം പല പല ആളുകളും പല പല ഇതേപോലെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ സംസാരിക്കാറുണ്ട്. അതേ സമയങ്ങളിൽ ട്രേഡ് ചെയ്യുന്നതും ഇതേപോലെയുള്ള നഷ്ടം വന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നമുക്ക് പെട്ടെന്ന് കാശുണ്ടാക്കാവുന്ന ഒരു സംഭവമല്ല. എന്നാൽ ഈ പറയുന്ന നമ്മൾ ബാക്കി എല്ലാ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പൊ നമുക്ക് അറിയേണ്ടത് പല ആളുകളും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്? സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്ഥലത്ത് പോകണം. പണ്ട് നമ്മൾ കൊച്ചിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണാറില്ല, കരൂരിന്റെ അവിടെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് കാണാറില്ല. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഇപ്പോഴും അത് തന്നെയാണോ, അതോ ഇപ്പോൾ കൂടുതലായിട്ട് ഓൺലൈനിലാണോ ഇത് ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഈ ഗൂഗിൾ പേ പോലെയുള്ള ആപ്പുകൾ അതിൽ കൂടെ സ്റ്റോക്ക് മേടിക്കാന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബേസിക് ആയിട്ട് നമ്മളൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാൻ പോകുന്ന ഒരാൾക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇപ്പൊ റാഷി പറഞ്ഞതനുസരിച്ച് പണ്ട് കാലത്ത് കലൂര് കൊച്ചിൻ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ അവിടെ പോയി നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് അങ്ങനെ നമ്മൾ ഇത് ഈ ഓൺലൈൻ സിസ്റ്റം ഒന്നും ഇന്റർനെറ്റ് ഒന്നും ഇല്ലാത്ത സിസ്റ്റങ്ങളിൽ നമ്മൾ കമ്പനിയിൽ നേരിട്ട് അപ്ലൈ ചെയ്ത് സ്റ്റോക്ക് വാങ്ങിക്കുന്ന സിസ്റ്റം അതൊക്കെ ഒരുപാട് മാറി. ഇപ്പൊ ഇന്ത്യയിൽ 2 സ്റ്റോക്ക് മാർക്കറ്റ് ഉള്ളൂ. അതായത് ഒന്ന് NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, രണ്ടാമത്തേത് BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. മറ്റ് എക്സ്ചേഞ്ചുകളെല്ലാം മെർജ് ചെയ്തത് 2 വലിയ എക്സ്ചേഞ്ചുകളായിട്ട് മാറി. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു കമ്പനിയുടെ സ്റ്റോക്ക് നമുക്ക് വേറെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, വെറുതെ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് ഇപ്പൊ ഏറ്റവും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഫെഡറൽ ബാങ്കിന്റെ ഷെയർ വാങ്ങിക്കണം. അതിന് നമുക്കിന്ന് ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിനിപ്പോ പറയുകയാണെങ്കിൽ സെറോദ, പിന്നെ പറയുകയാണെങ്കിൽ ഗ്രോ സ്റ്റോക്ക്, സപ്പ്, ജിയോജിത്ത്, അങ്ങനെയുള്ള പല പല കമ്പനികളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ KYC ഒക്കെ വെച്ചിട്ട് ഇത് സാധാരണക്കാരനും ചെയ്യാവുന്ന രീതിയിലാണ് അവർ അതൊക്കെ ക്രിയേറ്റ് ചെയ്തത്. ഡൗൺലോഡ് ചെയ്തെല്ലാം റെഡിയാക്കി നമുക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് നമ്മൾ അതിലേക്ക് സ്റ്റോക്ക് വാങ്ങിക്കാനുള്ള ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതിൽ നമുക്ക് എല്ലാ കമ്പനികളും ഇന്ത്യയിൽ ഏകദേശം 7500 ലിസ്റ്റഡ് കമ്പനികളോളം ഉണ്ട്. അതിൽ ട്രേഡബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ശതമാനം ട്രേഡ് ചെയ്യാവുന്ന കമ്പനികളാണ്. അതിലെല്ലാ സ്റ്റോക്കുകളും ഉണ്ട്. നമുക്ക് അപ്പപ്പോൾ വാങ്ങിക്കുകയും അപ്പപ്പോൾ വിൽക്കുകയും ചെയ്യാം. അപ്പൊ അതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ കൂടുതലും. മറ്റേ പഴയ മോഡലുള്ള സിസ്റ്റം ഇല്ല. ലാസ്റ്റ് ഒരു 2 വർഷം മുമ്പ് സെബിയുടെ നിയമപ്രകാരം പേപ്പറിലുള്ള പരിപാടി മൊത്തം നിർത്തി. ഓൺലൈൻ മാത്രമാണ് സ്റ്റോക്കുകൾ. അപ്പൊ കമ്പനിയുടെ സ്റ്റോക്ക് ഇപ്പൊ ഏത് കമ്പനിയുടെ ആണെങ്കിലും ലിസ്റ്റഡ് കമ്പനികൾ തന്നെ പലതരമുണ്ട്. ലിസ്റ്റഡ് കമ്പനികളുണ്ട്, അൺലിസ്റ്റഡ് കമ്പനികളുണ്ട്. ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്നത് ലിസ്റ്റഡ് കമ്പനികളാണ്. അപ്പോൾ ചോദിക്കുക എന്താണ് അൺലിസ്റ്റഡ് കമ്പനി? ഫോർ എക്സാമ്പിൾ സിയാൽ നമ്മുടെ എയർപോർട്ട്, അത് അൺലിസ്റ്റഡ് ആണ്. അത് നമുക്ക് ഇങ്ങനെ പോയി സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. അതിന് വേറൊരു മാർക്കറ്റ് ഉണ്ട്. അത് അൺലിസ്റ്റഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആണ് അവർ ഡീൽ ചെയ്യുന്നത്. അവിടെ നമ്മൾ പോയി അപ്പൊ ഇപ്പൊ എൻ്റെ കുറച്ച് എയർപോർട്ടിന്റെ ഷെയർസ് ഉണ്ട്. അത് എൻ്റെ എക്സ്ചേഞ്ചിലൊന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ റാഷിക്ക് അത് വേണമെങ്കിൽ ഒരു ബ്രോക്കറായിട്ട് ബന്ധപ്പെടാം. ആ ബ്രോക്കറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇത്ര ഷെയർ ഉണ്ട്, ഇത്ര വിലയ്ക്ക് ഞാൻ വിൽക്കാൻ റെഡിയാണ്.
അപ്പൊ രാശി അന്വേഷിച്ച് വരുമ്പോൾ പറയുന്നത് ഇന്നൊരാളുടെ ഇത്ര ഷെയർ എടുക്കാൻ റെഡിയാണെന്നുള്ളത്. അപ്പൊ അത് ശരിക്കും അത്ര ഒരു റെഗുലേറ്റഡ് മാർക്കറ്റ് അല്ല. ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് വളരെ റെഗുലേറ്റഡും ഏറ്റവും സ്മൂത്ത് ആയിട്ട് ഈ വിക്കൽ വാങ്ങൽ പ്രക്രിയയൊക്കെ നടക്കും. അതായത് ഇപ്പോ പറഞ്ഞില്ലേ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് സിയാലിന്റെ ഷെയർ നമ്മൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പല പ്ലാറ്റ്ഫോമുകളും ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏതൊക്കെ പ്ലാറ്റ്ഫോമാണ്? അതിന് ശരി പ്ലാറ്റ്ഫോം അല്ല, അതിന് പ്ലാറ്റ്ഫോം ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അൺലിസ്റ്റഡ് സ്പേസ് ആണ്. അതില് ഇപ്പൊ എപ്പോഴും വാങ്ങിക്കലും വിൽക്കലൊന്നുമില്ല. അത് കുറച്ച് ഈ അൺലിസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അധികം ആളുകൾ ഉണ്ടാവില്ല, കമ്പനിയുടെ കുറച്ച് പാർട്ട്നേഴ്സ് ഉണ്ടാവും. അപ്പൊ അവരുടെ ഇതിൽ ഷെയർ ഉണ്ടെങ്കിൽ രാശിക്ക് വാങ്ങിക്കാം. അതിന് ഇടനിലക്കാരനായിട്ട് അതിന് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത ബ്രോക്കേഴ്സ് കുറെ പല സ്ഥലങ്ങളിലും ഓഫീസ് ഇട്ടിരിക്കുന്നുണ്ടാവും. അത് നമുക്ക് പബ്ലിക്കലി നമുക്കിപ്പോ റിലയൻസിന്റെ ഷെയർ അല്ലെങ്കിൽ ബിർലയുടെ ഷെയർ ഒക്കെ നമുക്ക് ഗൂഗിളിൽ അടിച്ച ഇന്നത്തെ വില അറിയാൻ പറ്റും. അതുപോലെ സിയാലിന്റെ ഷെയർ ഒന്നും ഗൂഗിളിൽ അടിച്ച വില എന്ന് പറയാൻ പറ്റില്ല. എന്റെ കയ്യിലുള്ള ഷെയറിന്റെ വില ഞാനാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന വില വെച്ചിട്ട് അങ്ങനെ ശരിക്കും ഒരു സ്ഥലക്കച്ചവടമൊക്കെ പോലെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് അതൊരു സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ. അപ്പൊ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു സാധാരണക്കാരല്ല ഇൻവെസ്റ്റ് ചെയ്യണം ഈ അൺലിസ്റ്റഡ് സ്പേസിൽ. അതൊക്കെ അൾട്രാ എച്ചിനെ അതേപോലെ ഹൈ വോളിയം ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന ആളുകൾ അവരുടെ പോർട്ട്ഫോളിയോ കുറച്ചും കൂടി റിസ്ക് കുറയ്ക്കാൻ ഡൈവേഴ്സിഫൈ ചെയ്യാനൊക്കെയാണ്. ശരിക്കും റിസ്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ലിസ്റ്റഡിൽ കൂടുതൽ റിസ്ക് ആണ് ഇതുപോലെയുള്ള പ്രൈവറ്റ് ഇക്വിറ്റി സ്പേസ്, അതായത് അൺലിസ്റ്റഡ്. സിആറൊക്കെ ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ മറ്റു ഷെയർസ് വാങ്ങിക്കുന്നതിലും റിസ്ക് ആണ് വാങ്ങിക്കുന്നത്. കാരണം നമുക്ക് വിൽക്കണമെന്ന് നോക്കുമ്പോൾ നമുക്ക് ആളെ കാണില്ല. മറ്റൊന്ന് വെച്ചാൽ വിൽക്കണമെന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് ആപ്പിൽ അത് വിൽക്കാം. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് മേഖലയായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ സാധാരണക്കാരനെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞു കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പഠിക്കണം. കമ്പനി എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഏതൊക്കെ രാജ്യങ്ങളിലെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അതിന്റെ പ്രോഫിറ്റബിലിറ്റി, ക്വാളിറ്റി, അവരുടെ മാനേജ്മെന്റ് പക്കയായിട്ടാണ് പോകുന്നത്. ഇതങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പഠിച്ചതിന് ശേഷം നമുക്ക് ഒരു കമ്പനിയുടെ ഷെയർ ശരിക്കും പറഞ്ഞാൽ വാങ്ങിക്കാൻ പാടുള്ളൂ. അപ്പൊ അത് ഒരു സാധാരണക്കാരനെ പറ്റി സംബന്ധിച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം അതിനും ടൈം സ്പെൻഡ് ചെയ്യണം, അതിനെ പറ്റി പഠിക്കണം. അപ്പൊ ഇത് ചെയ്തു കൊടുക്കുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിൽ ഏറ്റവും കോമൺ പ്ലാറ്റ്ഫോമാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ട് ഏത് സാധാരണക്കാരൻ മുതൽ എത്ര വലിയ പണക്കാരന് വരെ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന പ്ലാറ്റ്ഫോമാണ്. അതായത് ഒരു 5000 രൂപയുള്ള ഒരാൾക്ക് മുതൽ 50,000 കോടിയുള്ള ആൾക്കും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മ്യൂച്വൽ ഫണ്ട്. അപ്പൊ മ്യൂച്വൽ ഫണ്ട് എന്താ അവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ആളുകൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബോണ്ട് മാർക്കറ്റ്, പല മാർക്കറ്റിലും ഗോൾഡ് ഒക്കെ മ്യൂച്വൽ ഫണ്ട് ത്രൂ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫണ്ട് മാനേജേഴ്സും അതിന്റെ ടീമുകളും ഉണ്ടാവും. അവര് കമ്പനികളെ പറ്റി പഠിച്ച് അതിന്റെ ഫുൾ ഹിസ്റ്ററി എടുത്ത് എല്ലാം നോക്കി മോണിറ്റർ ചെയ്ത് അവര് നമുക്ക് വേണ്ടി ഷെയർസ് പർച്ചേസ് ചെയ്ത് ആ ഫണ്ട് മാനേജ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നമ്മളൊരു ഏറ്റവും ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാശി ഇപ്പോൾ 1 ലക്ഷം രൂപ രാശി കയ്യിലുണ്ട്. ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. മ്യൂച്വൽ ഫണ്ട് തന്നെ ഒരുപാട് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. പറയുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ 1000 മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിലാണ് നിങ്ങൾ അഡ്വൈസർമാരുടെ ഹെൽപ്പ് എടുക്കണം. ഈ 1000 മ്യൂച്വൽ ഫണ്ടിൽ ഏത് മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പൊ ഒരു നല്ല അഡ്വൈസറിനെ കണ്ടുപിടിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് അഡ്വൈസറെ കണ്ടുപിടിക്കുക, അവരുടെ അടുത്ത് ചോദിക്കുക ഇത് ഏതൊക്കെയാണെന്നല്ല എന്റെ റിക്വയർമെന്റ് പറയാം. അപ്പൊ ഒരു അഡ്വൈസറെ സംബന്ധിച്ച് അയാൾ ചോദിക്കും നിങ്ങൾ എത്ര നാളത്തേക്കാണ് ഇൻവെസ്റ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത്, അത് എന്തെങ്കിലും പർപ്പസ് ഉണ്ടോ, നിങ്ങളുടെ റിസ്ക് എത്ര വലിയ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി, അങ്ങനെ പല കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും അവർ നിങ്ങൾക്ക് ഒരു ഫണ്ട് സജസ്റ്റ് ചെയ്യണം. ആ ഫണ്ട് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ സപ്പോസ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ് ഫണ്ട് ഒരു ഫണ്ടാണ്. ഈ പറയുന്ന 1000 ഫണ്ടുകളിൽ ഒരു ഫണ്ടാണ്. ഏകദേശം എൻ്റെ ഒരു അറിവ് ശരിയാണ്, ഏകദേശം ഒരു 60,000-70,000 കോടി ആ ഫണ്ടിൽ ഇപ്പൊ ഉണ്ട്. അതായത് ഈ പബ്ലിക്കിന്റെ ഫണ്ടാണ്. മ്യൂച്വൽ ഫണ്ടിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഒരു ഫണ്ട് മാനേജർ അവരുടെ ഒരു ടീം ഇത് മാനേജ് ചെയ്യുന്നത്. അവർ ഏകദേശം ഒരു 50 to 100 കമ്പനികളിൽ അവരത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ ആ 100 കമ്പനി എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്റ്റഡി നടത്തി 100 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കാണ്. അപ്പൊ നമ്മുടെ ഇപ്പൊ ഈ 60,000 കോടിയിലേക്ക് ഇപ്പൊ നമ്മൾ 1 ലക്ഷം ഇടാണെങ്കിൽ ആ 1 ലക്ഷം സെയിം പാറ്റേണിൽ എത്ര കമ്പനികളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, സെയിം കമ്പനിയിലേക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് പോകും. അപ്പൊ അത്രയും സേഫ് ആയിട്ട് ചെയ്യാൻ നമുക്ക് വേണ്ടി അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പറയും പോലെ റിസർച്ച് ഒന്നും ചെയ്യാൻ അത് തലവേദന എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ട് പ്ലാറ്റ്ഫോം ഉണ്ട്.
പിന്നെ PMS എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമുണ്ട്. ഇതൊക്കെ ഫണ്ടുകൾ മാനേജ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളാണ്. PMS എന്ന് വെച്ചാൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ്. അതൊക്കെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് സെബിയുടെ റെഗുലേഷൻ പ്രകാരം 50 ലക്ഷം. പിന്നെ ഉണ്ട് AF ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. അത് ഇതിലൊന്നും അവൈലബിൾ അല്ലാത്ത പല ഈ വെഞ്ചർ ക്യാപിറ്റൽ എന്നൊക്കെ പറയുന്ന ഈ സ്വെറ്റ് ഇക്വിറ്റി എന്നൊക്കെ പറയും, അതായത് വിയർ പോഹരി എന്നൊക്കെ പറയുന്ന നമ്മൾ ഐഡിയകളൊക്കെ കേട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടികളുണ്ടല്ലോ, ഒന്നും ഉണ്ടാവില്ല, ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ അതൊക്കെ ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ഫണ്ട് ഓപ്ഷൻസിലൂടെയൊക്കെ അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പൊ ബേസിക് ആയിട്ട് ഒരു ആള് നമ്മൾ സാധാരണക്കാർ ചോദിക്കുന്നത് ഈ ഷെയർ മ്യൂച്വൽ ഫണ്ട്, ഇതിന് രണ്ടിന്റെയും യഥാർത്ഥത്തിലുള്ള വ്യത്യാസം എന്താണ്? ഷെയർ എന്താണ്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് എന്താണ് ഒന്ന്. രണ്ടാമത് ഈ ഷെയറും മ്യൂച്വൽ ഫണ്ടും നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അതൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് ഇപ്പൊ കിട്ടുമോ? അതെങ്ങനെയാണ് ഇപ്പോ നമ്മളത് ഉപയോഗിക്കേണ്ടത്? ഓക്കെ, ഇപ്പൊ ഷെയർ സർട്ടിഫിക്കറ്റ് ആയിട്ട് കിട്ടില്ല, കാരണം ഡിമാറ്റ് ഫോമിലാണ് കേട്ടോ. അതായത് ഇലക്ട്രോണിക് ഫോമിലാണ് ഇപ്പൊ ഷെയർസ് ഉള്ളൂ. അത് 2 വർഷമായിട്ട് മറ്റേ പേപ്പർ പരിപാടി നിർത്തി, അത് ഗവൺമെന്റ് ഡിജിറ്റലൈസേഷൻ ഭാഗമായിട്ട് നിർത്തി. അപ്പൊ നമുക്ക് ഇതിപ്പോ നമ്മുടെ ഷെയർ കാണണമെങ്കിൽ നമ്മൾ മൊബൈൽ ആപ്പിലോ അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോം, ഇപ്പൊ നമ്മൾ ജിയോജിത്ത് ത്രൂ ആണോ വാങ്ങിച്ചേക്കുന്നത്, ജെറോഡോ ത്രൂ ആണോ വാങ്ങിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും HDFC ബാങ്ക് ത്രൂ ആണെങ്കിൽ അവർക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും. അതിൽ കാണാൻ നമുക്ക് ഇന്ന ഷെയർ ഇത്തരം നമ്മുടെ കയ്യിലുണ്ട്, ഇന്നത്തെ വാല്യൂ അതിന്റെ ഇത്രയാണുള്ളത്. അത് നമുക്ക് അവിടെ വെച്ച് വിൽക്കുകയും ചെയ്യാം, വാങ്ങുകയും ചെയ്യാം, കൂടുതൽ വാങ്ങിക്കാം. അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഷെയറും മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ആ മ്യൂച്വൽ ഫണ്ടിൽ ആ ഫണ്ട് മൊത്തം ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അതായത് നമ്മൾ കൊടുക്കുന്ന കാശിന് ഈക്വലന്റ് ആയിട്ട് അവർ ഷെയർ വാങ്ങിക്കുന്നു. അപ്പൊ നമ്മുടെ ഫണ്ട് ഇപ്പൊ ഷെയർ വാങ്ങിക്കാൻ നമുക്ക് അറിയില്ല, നമുക്ക് അതിന് റിസർച്ച് നടത്താനൊന്നും കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് നമുക്ക് വേണ്ടി ഒരു ഫണ്ട് ഹൗസ് അത് ചെയ്യുന്നു. അതാണ് എന്റെ കയ്യിൽ ഇപ്പോൾ 1000 രൂപ ഉണ്ടെങ്കിൽ ഒന്നുകിൽ എനിക്ക് ഷെയർ വാങ്ങിക്കാം അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കാം. അതെ. അപ്പൊ ഈ 1000 രൂപ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കാനായിട്ട് മ്യൂച്വൽ ഫണ്ട് നടത്തുന്ന ആളുകൾക്ക് ഏൽപ്പിക്കുമ്പോൾ അവർ ഈ 1000 രൂപ എന്ത് ചെയ്യും? ഈ 1000 രൂപ ഈ പറയും പോലെ ഇപ്പൊ ഒരു ഫണ്ടിൽ 50 60 കമ്പനികൾ ഉണ്ടാവും. ആ കമ്പനിയിൽ നേരെ സ്പ്ലിറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യും. ഇതിന്റെ ഒരു രസകരമായ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ച് ഇന്ന് 1000 രൂപ ഏതെങ്കിലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് ഉണ്ട്. ഇപ്പൊ നമുക്കൊരു ബിസിനസ്സിൽ പാർട്ട്ണർ ആവണം, അങ്ങനത്തെ ഒരു ബിസിനസ് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. 1000 രൂപ മ്യൂച്വൽ ഫണ്ടിന്റെ ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രത്യേകത അതാണ്, 1000 രൂപയുള്ളവർ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് 1000 രൂപയുടെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഇപ്പൊ നമ്മള് പല പ്രവാസികളും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 10 അല്ലെങ്കിൽ 15 വർഷം കഴിയുമ്പോൾ നാട്ടിലൊരു 19 ലക്ഷം അല്ലെങ്കിൽ ഒരു 1 കോടി രൂപയ്ക്കായിട്ട് വന്നു എന്തെങ്കിലുമൊക്കെ ഇടപാട് ചെയ്ത് നാട്ടിൽ സെറ്റിൽ ആവണമെന്ന് വിചാരിച്ചാണ് എല്ലാ പ്രവാസികളും പുറം നാടുകളിൽ പോയി ജോലി ചെയ്യണം. പക്ഷെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ആദ്യത്തെ കാര്യം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ 20 വർഷം മുമ്പ് കണക്കൂട്ടി 50 ലക്ഷം അവർ 20 വർഷം കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ അവർക്ക് 2-3 കോടി രൂപ വേണം, ആ വാല്യൂ വേണം. അതൊരു കാര്യമാണ്. അപ്പൊ അവർ FD ഇട്ടോ അല്ലെങ്കിൽ അക്കൗണ്ടിൽ ഇട്ടോണ്ട് വെച്ച് ഇരുന്നിട്ട് കാര്യമില്ല, കാരണം അവരുടെ അന്നത്തെ കണക്കനുസരിച്ചുള്ള 50 ലക്ഷത്തിന് വാല്യൂ വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള എമൗണ്ട് വേണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്ന് കാശുണ്ടോ, ഇന്ന് 1000 രൂപയാണോ ഉള്ളൂ, ആ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഈ മ്യൂച്വൽ ഫണ്ട് കൊടുക്കുക. അപ്പൊ ഈ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഇന്ത്യയിലെ ഒരു 50-60 ബിസിനസ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പൊ അംബാനി, അദാനി, റിലയൻസ്, ടാറ്റ, അങ്ങനെയുള്ള എല്ലാ വലിയ വലിയ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇതൊക്കെ പ്രൂവൺ ആയിട്ടുള്ള കമ്പനികളാണ്. വലിയ ബിസിനസ്സുകളിലുള്ള കമ്പനികളിലേക്ക് നമ്മൾ ഈ ചെറിയ തുക വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ 1 രൂപ ലാഭം ഉണ്ടാക്കിയാൽ അതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ തുക എത്രയാണെന്നനുസരിച്ച് നമ്മുടെ ബെനിഫിറ്റ്. ഇപ്പൊ ഞാൻ പറയാലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനാണ് മുകേഷ് അംബാനി. അത് അദ്ദേഹത്തിന്റെ വീടോ അദ്ദേഹത്തിന്റെ കാറോ അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈലോ ഒന്നും വെച്ചല്ല, അയാളുടെ കമ്പനിയുടെ ഷെയർ ഇൻറ്റു അതിന്റെ ഇന്നത്തെ വില, അല്ലാതെ വേറെ ഒന്നുമല്ല അതിന്റെ കാൽക്കുലേഷൻ. അപ്പൊ ഇത്രയും വലിയ ധനികരുടെ ഒക്കെ അസറ്റ് എന്ന് പറയുന്നത് ഷെയറാണ്, അല്ലാതെ നമ്മൾ അവരുടെ വീടോ അവരുടെ സ്ഥലം ഒന്നും അല്ല അതിന്റെ കാൽക്കുലേഷൻ. എന്നാലും നമ്മളെ പോലെയുള്ള ആളുകൾ അത് ചിന്തിക്കുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഈ ഷെയർ മാർക്കറ്റിനെ കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ 1000 രൂപ ഇന്ത്യയിലുള്ള പല നല്ല നല്ല കമ്പനികളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടാറുണ്ട്. അപ്പൊ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ വർഷവും നമുക്ക് ഡിവിഡൻഡ് കിട്ടും.
അപ്പൊ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിവിഡൻഡ് കിട്ടും? ഡിവിഡൻഡ് മ്യൂച്വൽ ഫണ്ടിൽ ഡിവിഡൻഡ് ആയിട്ട് കിട്ടില്ല, കാരണം അത് മ്യൂച്വൽ ഫണ്ടിന്റെ ഫണ്ടിലേക്ക് ഫണ്ടായിട്ട് വരും, അത് ആഡ് ആയിട്ട് വരും. അപ്പൊ അത് സെപ്പറേറ്റ് ഡിവിഡൻഡ് ആയിട്ട് കിട്ടില്ല. പിന്നെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഷെയർ പ്രൈസുള്ള ഷെയറിന്റെ ഒക്കെ നമുക്ക് ഒന്നുകിൽ 0.5% അല്ലെങ്കിൽ 1% അവർ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യണം. അത് നമുക്കൊരു വരുമാനമായിട്ട് കാണാൻ പറ്റില്ല. പിന്നെ ഒരു പ്രവാസിനെ സംബന്ധിച്ച് പിന്നെ മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാലും ഞാൻ അതിൻ്റെ വളരെ എളുപ്പമായിട്ട് ഇതിൻ്റെ ഒരു സേഫർ സൈഡ് ഒന്ന് ചെറുതായിട്ട് പറഞ്ഞുതരാം. അപ്പം കുറേ ചോദ്യങ്ങൾക്കുള്ള ഒരൊറ്റ ഉത്തരം, അതായത് ഇന്ത്യയിലെ 7500 ലിസ്റ്റഡ് കമ്പനികളുണ്ട്. ഈ 7500 ലിസ്റ്റഡ് കമ്പനികളിൽ മ്യൂച്വൽ ഫണ്ടിന്റെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്, അതായത് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പെർമിഷനുള്ള ഏറ്റവും വലിയ 500 കമ്പനികളാണ്. അപ്പൊ 7500 ഏറ്റവും വലിയ 500 കമ്പനി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ് ഏറ്റവും വലിയ 500 കമ്പനികൾ? കമ്പനിയുടെ വലിപ്പം അനുസരിച്ചാണ്, വാല്യൂഷൻ അനുസരിച്ചാണ്. ആ 500 കമ്പനികളിൽ നിന്ന് മ്യൂച്വൽ ഫണ്ട് മാനേജർ ടീമും പഠിച്ച് ഒരു 30 40 അല്ലെങ്കിൽ 50 കമ്പനികൾ കണ്ടുപിടിച്ച് അതിലാണ് നമ്മുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും സേഫർ ആയിട്ടുള്ളത്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് താങ്ങി നിർത്തുന്ന 500 കമ്പനികളാണ്. ഈ കമ്പനികളൊന്നും ഒരു ഇന്ത്യ ഇല്ല. അപ്പം നമ്മൾ പറയും നമ്മുടെ കയ്യിൽ സ്ഥലമുണ്ട്, നമ്മുടെ കയ്യിൽ ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്, ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ 500 കമ്പനികളിൽ ഇതൊന്നുമില്ല. സ്ഥലം മേടിക്കാൻ നമ്മുടെ ഒരു കാശ് വേണം. അതായത് ഈ 500 കമ്പനികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ എക്കോണമി തകർക്കുന്നതാണ് അതിൻ്റെ ഇത്. ബാങ്ക് ഡെപ്പോസിറ്റ് സേഫ് ആണെന്ന് വെച്ചല്ല, കാരണം ബാങ്കുകളൊക്കെ ലോൺ കൊടുത്തേക്കുന്നത് ഈ കമ്പനികൾക്കാണ്. ഈ കമ്പനികൾ തിരിച്ചടിച്ചാലാണ്. അല്ലെങ്കിൽ ബാങ്കിന് ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ. 1 കോടി ഡെപ്പോസിറ്റ് ചെയ്തവനെ സംബന്ധിച്ച് 5 ലക്ഷം ഇൻഷുറൻസ് ഉള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് റിസ്ക് ആണെങ്കിൽ ലോങ് ടേമിൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം നല്ലതാണോ? ഇതൊന്നും റിസ്ക് അല്ല. ഇന്ത്യ എന്ന രാജ്യം മോശമാണോ? ഇതും റിസ്ക്കാണ്. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സും റിസ്ക്കാണ്. നമ്മുടെ പ്രോപ്പർട്ടി റിസ്ക്കിലാണ്. ബാങ്കിൽ ഇട്ടേക്കുന്ന കാശ് എല്ലാം റിസ്ക്കിലാണ്. അപ്പൊ എല്ലാം കണക്റ്റഡ് ആണ്, ഒന്നും സേഫായിട്ട്. നമ്മുടെ ചർച്ച വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ പറയാനുള്ള ഒരു കാര്യം, മെക്കാലഡി എക്സ്പാട്രിയേറ്റ് വെൽഫെയർ അസോസിയേഷൻ യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ കൂടെയാണ് നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ആ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അതിൽ തീർച്ചയായിട്ടും വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ ഇൻഷാല്ലാ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഷിയാബിനെ ചോദിക്കാനും ചോദിക്കും. ഇപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടിന് ഫണ്ട് കിട്ടുന്ന ചോദിച്ചു, അത് ആ ഫണ്ട് നമുക്ക് റിട്ടേൺ വലിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ? ഓക്കെ, ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം വേണ്ട ഒരു ഇത് ഞാൻ പറഞ്ഞു, നമുക്ക് പേഷ്യൻസ് വേണം. അതായത് നമുക്ക് അടുത്ത വർഷം വേണ്ട കാശ് അല്ലെങ്കിൽ 2 വർഷം മുമ്പ് വേണ്ട കാശൊന്നും ഞാൻ ഒരിക്കലും മ്യൂച്വൽ ഫണ്ടിൽ ഇടാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ്സിലാണ് 1 വർഷം മുമ്പ് നിർബന്ധമായിട്ട് ആ ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നില്ല, 2 വർഷം കൊണ്ട് കിട്ടുന്നില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ആദ്യം വേണ്ടത്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശ് ഒരു 3 to 5 വർഷത്തേക്ക് മാറ്റി വയ്ക്കാവുന്ന കാശാണ്. എന്നാൽ ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും ഒരു ലോക്കിനും ഇല്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അടുത്ത മാസം കാശ് വേണമെങ്കിൽ നമുക്ക് ഓൺലൈനിൽ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 4-ാം ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. ഒരു ലോക്കിനും സംഭവമൊന്നുമില്ല. ബട്ട് എന്നിരുന്നാൽ പോലും നമുക്ക് മൈൻഡിൽ ഒരു 3 വർഷം to 5 വർഷം കാൽക്കുലേഷൻ മാത്രമേ ഇടാൻ പാടുള്ളൂ. അപ്പം എമർജൻസി ഒന്നും നമുക്ക് പിന്നെ എടുക്കേണ്ട കാശ് നമുക്ക് എടുക്കാറ്. കാരണം എന്തെങ്കിലും മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് ഒരിക്കലും ഫുൾ ടൈം മുകളിലേക്ക് പോകില്ല ഇൻവെസ്റ്റ്മെന്റ്. ഇത് ഇടയ്ക്ക് താഴെ മുകളിലേക്ക് അങ്ങനെ ഒരു ബാലൻസ് ചെയ്താണ്. ഒരു ബിസിനസ് എങ്ങനെയാണ് പോകുന്നത് അതുപോലെ തന്നെയാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത്. അപ്പൊ നമ്മൾ അതിനൊരു സമയം കൊടുത്താലാണ് അത് വളരുന്നത്. അപ്പോൾ ഒരു ലെവല് കഴിഞ്ഞപ്പോൾ ഞാൻ പറയുന്ന ഒരു 5 വർഷം എന്നൊക്കെ നമ്മൾ കണക്ക് കൂട്ടാണെങ്കിൽ ഇപ്പൊ നമ്മൾ പെർസെൻറ്റേജ് വെച്ച് ഇപ്പൊ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഒറ്റ വാക്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എന്ത് കിട്ടും എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഒരു 12% റിട്ടേൺ നമ്മൾ വേറെ മിനിമം എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് 20 വർഷം കൊണ്ട് അത് കൊടുക്കുക. 20 വർഷം നമ്മൾ വലിയ വർഷമാണെന്നൊക്കെ കണക്ക് കൂട്ടിയാലോ അത് ശരിക്കും പെട്ടെന്ന് കടന്നു. ഒരു പ്രവാസിനെ സംബന്ധിച്ച് 20 വർഷം പെട്ടെന്ന് കടന്നു കണ്ണടച്ചു. അപ്പൊ അത് 12% വെച്ച് കാൽക്കുലേറ്റ്, ഒരു 15% വെച്ച് കാൽക്കുലേറ്റ്. 10 ലക്ഷം എന്ന് പറഞ്ഞില്ലേ, അത് നമ്മള് ഒറ്റ ഡെപ്പോസിറ്റ് ആണോ അതോ മാസം മാസം പണം അടയ്ക്കുന്നത്? നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ലംസം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഒന്ന് SIP എന്നുണ്ട്.
മിക്ക ആളുകളുടെ വിചാരം SIP വേറെ എന്തോ സംഭവമാണ്. ശരിക്കല്ല, ഇത് സത്യം പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന 2 രീതികളാണ്, ലംസം ഇൻവെസ്റ്റ്മെന്റ്, SIP. ലംസം എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് കാശുണ്ട്, 50,000 രൂപ, 1 ലക്ഷം ഉണ്ട്, അല്ലെങ്കിൽ 50 ലക്ഷം ഉണ്ട്, അത് ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ലംസം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ശമ്പളക്കാരാണ്, നമുക്ക് ഒറ്റയടിക്ക് കാശ് എടുക്കാനില്ലാത്തവരെ സംബന്ധിച്ച് എല്ലാ മാസവും ഒരു നിശ്ചിത തുക, അത് നമ്മൾ എല്ലാ മാസവും എടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നല്ല, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എല്ലാ മാസവും ഇപ്പൊ നമ്മൾ 5,000 ആണ്, 10,000 ആണ്, അല്ലെങ്കിൽ 50,000 ആണ്, ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തിരിച്ച് അത് മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകും. അങ്ങനെ 2 രീതിയിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ മാർക്കറ്റിലേക്ക് ഫണ്ട് എപ്പോൾ പോകണം അന്ന് മുതൽ അതിന് റിട്ടേൺ ജനറേറ്റ് ആണ്. അത് ഒറ്റയടിക്ക് പോവാണെങ്കിൽ അന്ന് മുതലാവും, പയ്യെ പോകുമ്പോൾ പയ്യെ ആണെങ്കിൽ അറിയാം. 10 ലക്ഷം ഒറ്റയ്ക്ക് അടിക്ക് എടുക്കാനില്ല. ഒരാളെ സംബന്ധിച്ച് ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കയ്യിൽ ഒരു 2 ലക്ഷം രൂപ ഉണ്ട്, 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ എല്ലാ മാസവും നിങ്ങൾക്ക് ഒരു 5,000 വെച്ച് ചെയ്യാൻ പറ്റും, അതും അതിൻ്റെ ഒപ്പം ചെയ്യാം. പിന്നെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഫണ്ട് നിങ്ങൾക്ക് സർപ്ലസ് വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് അടുത്ത വർഷം 1 വർഷം 2 വർഷം കഴിഞ്ഞ ആവശ്യമുള്ള ഫണ്ട് ആയിരിക്കരുത്. ഇതേപോലെ ഒരു 5 വർഷമൊക്കെ മനസ്സിൽ പ്ലാനുള്ള ഫണ്ട് ഉണ്ടെങ്കിൽ ഓക്കെ, അത് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അഡ്വൈസ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ പരിപാടികളൊക്കെ എല്ലാം ഓൺലൈനിൽ മൊബൈൽ ആപ്പിൽ നമ്മൾ ഗൂഗിൾ പേയിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തു പോകാം. അതായത് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പിറ്റേന്ന് വിൽക്കുകയാണെങ്കിൽ പിറ്റേന്ന് തന്നെ ആ പൈസ കിട്ടും. മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു 4 ദിവസത്തിനുള്ളിൽ 3 ദിവസത്തിനുള്ളിൽ, മറ്റേതാവുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ കിട്ടും. മാത്രമല്ല മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചെയ്യാം. മ്യൂച്വൽ ഫണ്ട് അല്ല, ഷെയർ ഒക്കെ ലോങ് ടേം. ഷെയർ എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഷോർട്ട് ടേം എന്നൊരു സംഭവമില്ല, ലോങ് ടേം ഉള്ളൂ. ഇപ്പൊ പറഞ്ഞില്ല 20 വർഷത്തെ കണക്ക് പറഞ്ഞില്ല. ഇപ്പൊ നമ്മൾ അതിന്റെ ലാഭം നമ്മളെടുത്തു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? അത് ഞാൻ ഒരു വളരെ എളുപ്പത്തിലുള്ള ഒരു എക്സാമ്പിൾ എമൗണ്ട് വെച്ച് പറയാം. എമൗണ്ട് വെച്ച് പറഞ്ഞാൽ 10 ലക്ഷം എമൗണ്ട് വെച്ച് പറയാം. അത് ഞാൻ പറയാൻ മനസ്സിലാക്കാറ്, വലിയ എമൗണ്ട് ആയിരിക്കാം, ചിലവർക്ക് അത് ചെറിയ എമൗണ്ട് ആയിരിക്കാം. അപ്പൊ 10 ലക്ഷം വെച്ച് പറയുകയാണെങ്കിൽ 15% റിട്ടേൺ വെച്ച് ഞാൻ പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും മാർക്കറ്റ് 12% പറയണം, പക്ഷെ കണക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ 15% റിട്ടേൺ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ 10 ലക്ഷം രൂപ 20 ലക്ഷം ആവാൻ 5 വർഷം. ആ 20 ലക്ഷം അടുത്ത ഇരട്ടിയാവാൻ അടുത്ത 5 വർഷം. അതായത് 10 വർഷം കൊണ്ട് 10 ലക്ഷം രൂപ 40 ലക്ഷം. പിന്നെ അടുത്ത 5 വർഷം കൊണ്ട് അത് 80 ലക്ഷം. അടുത്ത 5 വർഷം കൊണ്ട് അത് 1,60,00,000. അങ്ങനെയാണ് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ പോകുന്നത്. അതാണ് കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ വിഡ്രോ ചെയ്യുന്ന ഈ എഫക്റ്റ് പോയി നമ്മുടെ നിലവിൽ എത്ര ഉണ്ടോ അതിനുള്ള നമുക്ക് ഇതിന് പാർഷ്യലി വിഡ്രോ ചെയ്യാതിരിക്കും. കുറച്ച് കാശ് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. എല്ലാ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഫുള്ള് എടുക്കണമെന്നൊന്നുമില്ല. ഇപ്പൊ നമുക്ക് ഒരു 5 ലക്ഷം എമർജൻസി ഒന്ന് വിഡ്രോ ചെയ്തു, നമുക്കത് ഒരു 6 മാസത്തേക്ക് എമർജൻസി തിരിച്ച് അത് വന്നതിന് തിരിച്ച് അതിലേക്ക് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ എപ്പോഴും ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ആവശ്യം വരണ വരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സാലറിയിലാണ്. ഓക്കെ, അപ്പൊ അതില് ഈ ലംസം എന്നുള്ള സിസ്റ്റം സ്വാഭാവികമായിട്ട് ഒരു ആവറേജ് പ്രവാസിനെ സംബന്ധിച്ച് നടക്കില്ല. അപ്പൊ അവർക്ക് ഈ SIP ആയിരിക്കും കുറച്ചുകൂടി നല്ലതല്ലേ? അപ്പൊ SIP ഇടുമ്പോ ഒരാൾക്ക് കിട്ടുന്ന ഇപ്പൊ 100 സാലറി കിട്ടുന്ന ഒരാൾ എത്ര പെർസെന്റേജ് ഏകദേശം എത്ര പെർസെന്റേജ് മ്യൂച്വൽ ഫണ്ടിലേക്ക് നീക്കി വെക്കുന്നതായിരിക്കും നല്ലത്? അതിലൊരു ഫിക്സഡ് റൂള് നമുക്ക് പറയാൻ പറ്റില്ല ഇത്ര പെർസെന്റേജ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ആള് 5 ലക്ഷം ശമ്പളം കിട്ടുന്ന ആളുടെ സേവിങ്സ് പെർസെന്റേജ് ഡിഫറെന്റ് ആയിരിക്കും. 1 ലക്ഷം കിട്ടുന്ന ആളുകളെ സംബന്ധിച്ച് ചെലവായിരിക്കും അവർക്ക് കൂടുതൽ ശമ്പളത്തിൽ. 5 ലക്ഷം കിട്ടുന്ന ആളെ സംബന്ധിച്ച് സേവിങ്സ് ആയിരിക്കും അതിന്റെ പോർഷൻ കൂടുതലാണ്. അപ്പൊ അത് ഡിഫറൻസ് ആണ്. നമ്മൾ അതിന് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് പറ്റാവുന്ന മാക്സിമം എമൗണ്ട് ആദ്യം തന്നെ നമ്മൾ ഫിക്സ് ചെയ്ത് മനസ്സിൽ കാണും. ഇത് ചെലവാക്കിയതിന് ശേഷം സേവ് ചെയ്യാന്നുള്ളത് ഒരിക്കലും പ്രാക്ടിക്കലി ഉള്ളതല്ല. അപ്പൊ നമുക്ക് 5,000 ചെയ്യാൻ പറ്റില്ലെങ്കിൽ 5,000 നമ്മൾ മനസ്സിൽ തീരുമാനിച്ച് അത് ചെയ്തു തുടങ്ങാം. ഭാവിയിൽ നമ്മുടെ ശമ്പളവും നമ്മുടെ വരുമാനം കൂടുന്നതനുസരിച്ച് അത് കൂട്ടി കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ ഒരു കോർപ്പസ് ബിൽഡ് ചെയ്യുക. കോർപ്പസ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഒരു എമൗണ്ട് ബിൽഡ് ചെയ്യുക. അപ്പൊ ഇപ്പൊ നമ്മളത് ഏറ്റവും ഒരു ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് ഒരു ലക്ഷ്യം വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര നല്ലൊരു ഇതാണ്. അതായത് നമ്മൾ നാട്ടിൽ വന്ന് സെറ്റിൽ ആവുമ്പോഴത്തേക്കും നമുക്കൊരു ഇത്ര രൂപയുടെ കോർപ്പസ് വേണം. അത് അങ്ങനെ ചിന്തിക്കുക. അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യുമ്പോൾ മാസാമാസം എനിക്ക് ഇത്ര രൂപ കിട്ടും, അതിനുള്ള ഒരു കോർപ്പസ് ബിൽഡ് ചെയ്യണമെന്നൊക്കെ വെച്ച് നമുക്ക് 2 രീതിയിൽ അതിനൊരു ലക്ഷ്യം വെച്ച് നീങ്ങാൻ പറ്റും. ഇപ്പൊ ഒരാളെ സംബന്ധിച്ച് 1 കോടി രൂപ നാട്ടിൽ വന്ന് കോർപ്പസ് ബിൽഡ് ചെയ്യണം. അത് അയാൾ ശമ്പളക്കാരനാണ്.
അയാളെ സംബന്ധിച്ച് ഒരു 10,000 രൂപയുടെ SIP മാസം ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന 20 വർഷം കൊണ്ട് 12% റിട്ടേൺ കിട്ടുകയാണെങ്കിൽ അത് 1 കോടി രൂപയായിട്ടുണ്ടാവും. അങ്ങനെ കണക്കൂട്ടാം. പിന്നെ ഒരാളെ സംബന്ധിച്ച് എനിക്ക് എല്ലാ മാസവും 1 ലക്ഷം രൂപ വെച്ച് നാട്ടിൽ വരുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ കിട്ടണം, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത മുതലിനെ ഒന്നും ബാധിക്കാൻ പാടില്ല എന്നുള്ളൊരു ഒബ്ജക്റ്റീവ് വരാണെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ അയാളെ സംബന്ധിച്ച് ഒരു 1.5 കോടി രൂപയുടെ കോർപ്പസ് എങ്കിലും ഈ 20 വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്യണം. അന്ന് 1.5 കോടി രൂപ കോർപ്പസ് ഉണ്ടെങ്കിൽ അയാൾക്ക് ധൈര്യമായിട്ട് എല്ലാ മാസവും അതിൽ നിന്ന് ഒരു 1 ലക്ഷം രൂപ വെച്ച് വിഡ്രോ ചെയ്താൽ അയാളെ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന് ഒന്നും സംഭവിക്കില്ല, അത് അവിടെ ഉണ്ടാവും. അവരുടെ മാസാമാസം പെൻഷൻ പോലെ ചെലവ് കഴിഞ്ഞു പോകും. എന്തെങ്കിലും എമർജൻസി വന്നാൽ കാശ് തിരിച്ചിരിക്കും. മാസാമാസം ശമ്പളം കിട്ടുന്നവർ ഇപ്പൊ 5,000 രൂപ ഓരോ മാസം നമ്മൾ ഇട്ടു. ഈ മാസം 5,000 രൂപ ഇട്ടു, അടുത്ത മാസത്തെ 6,000 രൂപ ആക്കാമോ, അല്ലെങ്കിൽ അടുത്ത മാസം 3,000 രൂപയ്ക്ക് കുറയ്ക്കാൻ പറ്റും? നമുക്ക് ഫ്ലെക്സിബിൾ ഉണ്ട്. പക്ഷെ ഈ എല്ലാ മാസം ചേഞ്ച് ചെയ്യണതിൽ കുഴപ്പമെന്ന് വെച്ചാൽ ഈ പ്രോസസ്സ് ചെയ്യണ്ടല്ലോ ട്രാൻസാക്ഷൻ, അതിന് ഈ 7 ദിവസം 14 ദിവസം എന്നൊക്കെ പറഞ്ഞൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഗ്യാപ്പും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കണം ചെയ്യണം. അപ്പൊ അതിലും നല്ലത് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരാൾ 5,000 ചെയ്യാം, അയാളെ സംബന്ധിച്ച് അടുത്ത മാസം അയാളുടെ ഒരു 5,000 എക്സ്ട്രാ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്വൈസർ വിളിച്ചു പറഞ്ഞാൽ 5,000 സെപ്പറേറ്റ് ആണ് ചെയ്താൽ മതി. അതിനു വേണ്ടി എമൗണ്ട് മൊത്തത്തിൽ കൂട്ടുണ്ടാവും. പിന്നെ അടുത്ത മാസം ഓട്ടോമാറ്റിക്കലി 5,000 പോകും. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു മാസം കാശില്ല എന്ന് പറഞ്ഞാൽ ആ മാസം അത് പിടിച്ചു പോകില്ല എന്നുള്ളൂ. അടുത്ത മാസം ഓട്ടോമാറ്റിക്കലി ബാക്കി 5,000 പിടിച്ചു പോകും. ഇപ്പൊ കാശ് അതിലില്ല എന്ന് വെച്ചൊന്നും സംഭവിക്കില്ല. പിന്നെ ചില ബാങ്കുകളിൽ ചാർജ് പിടിക്കും. നമ്മൾ ചെക്ക് ബൗൺസ് ആകുമ്പോൾ ചാർജ് ഉണ്ടല്ല, ECS ചാർജ് എന്ന് പറഞ്ഞാൽ ചില ബാങ്കുകളിൽ ചാർജ് വരാറുണ്ട്. അല്ലാതെ മ്യൂച്വൽ ഫണ്ടിന്റെ ഭാഗത്ത് അതിന് നമുക്കൊരു പെനാൽറ്റി ഒന്നും വന്നില്ല. അതേപോലെ ഈ SIP ഇപ്പൊ 10,000 രൂപയുടെ SIP നിങ്ങൾ 20 വർഷത്തേക്ക് പ്ലാൻ ചെയ്തു, നിങ്ങൾക്ക് ഇപ്പൊ അടുത്ത മാസം സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, അടുത്ത മാസം എമൗണ്ട് കൂട്ടണമെങ്കിൽ കൂട്ടാം, അടുത്ത മാസം എമൗണ്ട് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ ആ ഫുൾ എമൗണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് അവിടെ ഇൻവെസ്റ്റഡ് ആയിട്ട് കിടക്കും. എല്ലാം പോസിബിലിറ്റി. ഈ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താലുള്ള പ്രധാനപ്പെട്ട ഗുണം, അതായത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതം അനുസരിച്ച് നമ്മുടെ സ്വത്ത് സമ്പാദ്യം കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ അത് പലിശയല്ല അല്ലെ? പലിശയല്ല. കാരണം വെച്ചാൽ അത് ബിസിനസ് ചെയ്ത് കിട്ടണ ഇൻകാണ്. അത് പലിശയായിട്ട് അതിന് ബന്ധമില്ല. പലിശ എന്ന് പറയുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ പലിശയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ബോണ്ട് ഫണ്ടുകളുണ്ട്, ലിക്വിഡ് ഫണ്ട്, അങ്ങനെ പല പല കാറ്റഗറി ഫണ്ടുകളുണ്ട്. അപ്പൊ അതിലൊക്കെ പലിശയായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് പലിശയല്ല. ഇപ്പൊ നമ്മുടെ ഇന്ത്യയില് ഈ പലിശയായിട്ട് ബന്ധപ്പെടാത്ത കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത്, അതായത് ഒരു ഇസ്ലാമിക് പരമായിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഏതൊക്കെ ഫണ്ടുകൾ ഇന്ത്യയിൽ ഇന്ന് അവൈലബിൾ ആണ്? ഓക്കെ, അത് ഞാൻ പല പല ക്ലയന്റുകൾ കാണാറുണ്ട്. അപ്പൊ ഇസ്ലാമിക് ആയിട്ടും അതേപോലെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. അപ്പൊ അതിൽ ബേസിക്കലി എത്തിക്കൽ ഫണ്ട് എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട്. അതായത് ശരിയ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, അതായത് നമ്മുടെ ശരിയ റൂൾ പ്രകാരം മാനേജ് ചെയ്യുന്ന ഫണ്ടുകളാണ്. അപ്പൊ ആ ഫണ്ടുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ശരിയ സർട്ടിഫൈഡ് ഫണ്ടുകളിൽ അതായത് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനികളിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവില്ല, ലിക്വർ ആയിട്ടുള്ള ബന്ധപ്പെട്ട കമ്പനികളിൽ ഉണ്ടാവില്ല, ഡിഫൻസ് അതായത് ആയുധങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാക്കുന്ന കമ്പനികളിൽ ഉണ്ടാവില്ല, അതേപോലെ ഒരുപാട് ലോൺ എടുത്ത് നടത്തുന്ന കമ്പനികളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യില്ല. അങ്ങനെ ഇസ്ലാമിക് ആയിട്ടുള്ള കുറെ റെഗുലേഷൻ ബേസ് ചെയ്തിട്ടുള്ള കമ്പനികളൊക്കെ ഒഴിവാക്കി മറ്റ് കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് എത്തിക്കൽ ഫണ്ടുകൾ. അതിൽ തന്നെ ഒരു 2-3 തരം എത്തിക്കൽ ഫണ്ടുകളാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഈ പല ടൈപ്പ് ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തരും ഇതിനെ പല രീതിയിൽ കാണും. ഇപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ ക്ലയന്റുകളിൽ എത്തിക്കൽ എന്ന് പറഞ്ഞ പല ടൈപ്പിലാണ്. ചില ആളുകൾ വരും, എനിക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ പറ്റില്ല, അവർക്ക് എനിക്ക് പലിശ വേണ്ട. ചില ആളുകൾ പറയും എനിക്ക് ഇൻട്രസ്റ്റ് അല്ലാതെ എല്ലാം ഓക്കെ, അപ്പൊ ഏത് കമ്പനിയിൽ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷെ പലിശ ആവരുത് എന്ന് മാത്രമേ ഉള്ളൂ. ബാങ്കിൽ ഇട്ടാൽ പലിശ ആണല്ലോ. ചില ആളുകൾ പറയും എനിക്ക് IT സെക്ടർ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളുണ്ട്, ഫാർമസ്യൂട്ടിക്കൽ ഹോസ്പിറ്റലിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളുണ്ട്, എത്തിക്കൽ ഫണ്ടുകളുണ്ട്, അതൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. പിന്നെ ഒരു കാറ്റഗറി ആളുകൾ ഇതാണ്, ഇതൊന്നും പറ്റില്ല, എനിക്ക് ശരിയ സർട്ടിഫൈഡ് ആയിട്ടുള്ള മാത്രം ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ശരിയ സർട്ടിഫൈഡ് ഫണ്ടിൽ ഏറ്റവും നല്ല ഫണ്ട് ഏതായിരിക്കും ഇന്നത്തെ അവസ്ഥയിൽ? നമുക്ക് ഒരിക്കലും ഒരു ഫണ്ട് ഏറ്റവും നല്ല ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒരു ഫണ്ട് ഈ വർഷം നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ മറ്റേ ഫണ്ടായിരിക്കും അടുത്ത വർഷം പെർഫോം ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ഓപ്ഷൻ 3 ഫണ്ടുകളുണ്ട്. അതൊന്ന് ടോറസിന്റെ ഒരു ഫണ്ട് ഉണ്ട്, പിന്നെ ടാറ്റ എത്തിക്കൽ ഉണ്ട്, പിന്നെ
ഞാൻ മറന്നുപോയ ഫണ്ടിന്റെ പേര്. അങ്ങനെ ഒരു 3 ഫണ്ടുകൾ, അത് ഈ റീസെന്റ് ജോയിൻ ചെയ്ത ഫണ്ടുകളാണ്. ആ 3 ഫണ്ടുകളിൽ നമുക്ക് സ്പ്ലിറ്റ് ആയിട്ട് ചെയ്യാം, അതാണ് അതിൽ ഓപ്ഷനുള്ളൂ. ഈ ഫണ്ടുകളിലൊക്കെ റിട്ടേൺ ഒരു 2-3% വേരിയേഷൻ കൂടി വന്നാൽ വരുള്ളൂ. ലോങ്ങർ ടേമിൽ 1 വർഷം പിന്നെ പെർഫോം ചെയ്താൽ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഫണ്ടുകളുടെ പെർഫോമൻസ് എത്തിക്കൽ ഫണ്ടിന് നമ്മൾ പ്രതീക്ഷിക്കരുത്. കാരണം എന്ന് വെച്ചാൽ അത് ഒരുപാട് റെഗുലേഷൻ വെച്ചിട്ടുള്ള സ്റ്റോക്കുകളിലാണ്. ഇപ്പൊ നമ്മള് ഇന്ത്യൻ മേഖല ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെപ്പോഴും പറയണത് ഏറ്റവും കൂടുതൽ ഇനി ഗ്രോത്ത് വരാൻ പോകുന്നത് ഫിനാൻസ് സെക്ടറിലാണെന്നാണ് പറയുന്നത്, നെക്സ്റ്റ് 2 ഇയേഴ്സിലൊക്കെ. പക്ഷെ ഇതിൽ ഫിനാൻസ് സെക്ടർ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഇത് നോക്കുകയാണെങ്കിൽ മറ്റുള്ള ഫണ്ടുകൾ വെച്ച് നോക്കുന്നത് 2-3% റിട്ടേൺ വ്യത്യാസം ഉണ്ടാവും. എന്നിരുന്നാൽ പോലും മോശമല്ല. പക്ഷെ മറ്റതുപോലെ അതിന്റെ ഒപ്പം ഇപ്പൊ നമ്മൾ ചില ആളുകൾ പറയും ഞാൻ എത്തിക്കേറ്റ് ഇൻവെസ്റ്റ് ചെയ്തു, പുള്ളി കമ്പാരിസൺ കാണിക്കുന്നത് സാധാ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ് ചെയ്ത കസ്റ്റമറെ ആയിരിക്കും, സാധാ മ്യൂച്വൽ ഫണ്ട്. നമുക്ക് കമ്പയർ ആവാൻ പറ്റില്ല, കാരണം നമ്മളത് വേറെ ആ ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് തന്നെ വേറെ രീതിയിലാണ്. പക്ഷെ ലോങ് ടേമിൽ ഇതൊന്നും ഇതല്ല. ശരിയാ ഫണ്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന മറ്റു ഫണ്ടുകളുടെ അടുത്ത് ഇതിനൊക്കെ റിട്ടേൺ ഉണ്ട്. അപ്പൊ അത് 100% നമുക്ക് ഈ ശരിയ നിയമപ്രകാരം ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. പ്രവാസ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് അവിടെ നിന്നുകൊണ്ട് ഇന്ത്യയിലെ ഈ എത്തിക്കൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അത് പറ്റുകയാണെങ്കിൽ അത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? അത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. അവര് ഒരു അഡ്വൈസറെ കണ്ടുപിടിക്കുക. അത് ബാങ്ക് ആവാം, വ്യക്തികളാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അവർ ബന്ധപ്പെടാം. KYC എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. അത് അവരായിട്ട് ബന്ധപ്പെട്ടാൽ നമ്മുടെ പാൻ കാർഡ് നിർബന്ധമാണ് ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ പാസ്പോർട്ട് ഫോട്ടോ എത്ര ഉള്ളൂ അത് വെച്ചിട്ട് KYC രജിസ്റ്റർ ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഓൺലൈനിൽ ഇതൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാം ചെയ്തു തരും. ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പിന്നെ എല്ലാവർക്കും ആപ്പിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പറയുന്ന അങ്ങനെയല്ല, ഈ ഓരോ അഡ്വൈസറിനോ ബാങ്കിലോ ഒക്കെ ആപ്പ് ഉണ്ടാവും. ആപ്പിൽ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളുടെ ഫണ്ട് ഇപ്പൊ ഞാനിന്ന് 10,000 ഇട്ടു. ഈ 10,000 രൂപ ഇപ്പൊ അടുത്ത മാസം ആകുമ്പോ അതിന്റെ വാല്യൂ എത്രയുണ്ടെന്ന് ഞാൻ എങ്ങനെ അറിയണം? നമ്മുടെ ആപ്പില് നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി മാറും. ഓരോ ദിവസം അതില് അന്നത്തെ വാല്യൂ കാണിച്ചിട്ടുണ്ട്. കാരണം ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഷെയറിന്റെ വാല്യൂ കൂടുന്നേ നമ്മുടെ ഈ ഫണ്ടിന്റെ വാല്യൂ കൂടെ കുറയുകയും ചെയ്യും. പിന്നെ ഈ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഈ ഡെയിലി എടുത്ത് നോക്കാൻ പറ്റിയ സംഭവമില്ല. കാരണം ഡെയിലി എടുത്ത് നോക്കിയോണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ആദ്യത്തെ കുറെ നാൾ ചില സമയത്ത് ഭയങ്കര ലാഭത്തിൽ പോകും, കുറെ നാളെ ചിലപ്പോൾ ഭയങ്കര നഷ്ടത്തിൽ പോകും. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് വെറുതെ പ്രഷർ കയറാന്നല്ലാതെ പ്രത്യേകിച്ച് അതിൽ ഗുണമൊന്നുമില്ല. ശരിക്കും ഒരു പോർട്ട്ഫോളിയോടെ നല്ല റിട്ടേൺ കിട്ടി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഒരു പോർട്ട്ഫോളിയോ 5 വർഷം അങ്ങനെ അത് കഴിക്കണം. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ഇത് കൊള്ളാം, ഇങ്ങനെ ഒരു സംഭവം. അല്ലാതെ നമ്മൾ ഒരു വർഷം 2 വർഷം ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ മാർക്കറ്റ് നല്ല ഒരു വർഷം നല്ല റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫീൽ ഉണ്ടാവും. പക്ഷെ അല്ലാത്തൊരു സംബന്ധിച്ച് ഒരു 5 വർഷമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്കാണ് ശരിക്കും എന്താണ് ഇതിന്റെ ഒരു ഫീല് കിട്ടുള്ളൂ ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പൊ നമ്മളിപ്പോ ഷെയറിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഞങ്ങളുടെ സംഘടനയിൽ തന്നെ കുറെ യുവാക്കളുണ്ട്. അപ്പൊ അവരുടെ പ്രവാസ ജീവിതം ഇപ്പൊ ആരംഭിച്ചിട്ടുള്ളൂ. അവർക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റിയൊരു നല്ല അഡ്വൈസ്, അവരുടെ സമ്പാദ്യം എത്രത്തോളം അവർ സമ്പാദിക്കണം, ഓരോ മാസം എത്രത്തോളം സേവ് ചെയ്യണതിനെ കുറിച്ച് താങ്കളുടെ ഒരു അഭിപ്രായം പറയണം. ഞാൻ അതിനെ പറ്റി പറയുകയാണെങ്കിൽ എത്ര രൂപയിലും കൂടുതൽ എത്രയും പെട്ടെന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ 1 ലക്ഷം രൂപ 2 ലക്ഷം ആവാൻ 5 വർഷം പിടിക്കും. പിന്നെ അത് അടുത്ത ഇരട്ടിയാവാൻ അത്ര സമയം പിടിക്കൂല, അതിന്റെ പകുതിയെ പിടിക്കുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 20 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എവറി 6 മന്ത്സിൽ ഡബിളിങ് നടക്കുന്നു. അപ്പൊ എത്ര നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കൂടുതൽ കോമ്പൗണ്ടിങ് എഫക്റ്റ് അവർക്ക് കിട്ടും. അപ്പൊ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് 1000 രൂപയെങ്കിൽ 1000 രൂപ ഇന്ന് തുടങ്ങും, എത്രയും പെട്ടെന്ന് തുടങ്ങും. അത് നമ്മൾ നാളത്തേക്ക് വെക്കരുത്. ഇപ്പൊ ഞാൻ ഈ സംസാരിച്ചു, അത് കേട്ടിട്ട് ഇപ്പൊ ഈ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നി, ഇന്ന് തോന്നി, നാളെ അത് നിൽക്കും, അതിന്റെ പിറ്റേ ദിവസം അതിന്റെ ഇൻട്രസ്റ്റ് കുറയും, അങ്ങനെ കുറഞ്ഞു. അപ്പൊ അത് ഒരു ഹ്യൂമൻ മെന്റാലിറ്റിയാണ്. അപ്പൊ ഇന്ന് ചെയ്താൽ ഇന്ന് തന്നെ നിർബന്ധിതമായിട്ട് ചെറുതെങ്കിൽ ചെറുത് തുടങ്ങാം. അപ്പോഴാണ് മനസ്സിലാവുന്നത് എന്താ സംഭവം. നമ്മളിത് ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്നും മനസ്സിലാക്കില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ നമ്മളിപ്പോ 1 വർഷം അടിച്ചു, 1 വർഷം അടിച്ചിട്ട് പിന്നെ കുറച്ചാളത്തേക്ക് അടിച്ചില്ല. അപ്പൊ അതെങ്ങനെയാണ്? ആ 1 വർഷം അടിച്ച എമൗണ്ട് എടുക്കുക, അതവിടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അത് വളർന്നോളും. നമ്മൾ എത്ര അടിച്ചാൽ അത് വളർന്നോളും.
പിന്നെ ഇടയ്ക്കിട്ട് വീണ്ടും തുടങ്ങണമെങ്കിൽ നമ്മള് തുടങ്ങാം. മാസം മാസം അടയ്ക്കുന്നത് ഒരു കുഴപ്പമില്ല. നമ്മൾ ഇട്ട എമൗണ്ടിനുള്ള റിട്ടേൺ അവിടെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇട്ടില്ലെങ്കിൽ അത് ജനറേറ്റ് ചെയ്യില്ല, അത്രയുള്ളൂ. അല്ലാതെ ആ ഫണ്ട് വെറുതെ ഒന്നും സംഭവിക്കാതെ ഒരു റിട്ടേൺ തരാതെ അവിടെ കിടക്കാന അതാണ് റിട്ടേൺ. നമ്മളൊരു 1000 രൂപ ഇട്ട് മറന്നുപോയ, ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നല്ല റിട്ടേൺ കാണുന്ന പോർട്ട്ഫോളിയോ ഒക്കെ എന്ന് വെച്ചാൽ മറന്നുപോയ പോർട്ട്ഫോളിയോ. അതായത് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ലാസ്റ്റ് മാസം എൻ്റെ ഒരു ക്ലയന്റ്, ഞാൻ അയാളെ ബന്ധപ്പെട്ട് ഒരു നല്ല പ്രായം 85 വയസ്സുണ്ട്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ അയാളുടെ ഇതൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അത് നല്ല വാല്യൂ ഉണ്ട്. അപ്പൊ അയാളെ ഞാൻ വിളിച്ചിങ്ങനെ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം ചോദിച്ചോളൂ. ഞാൻ 2014 ഒരു 6 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത അത് പോലും പിടുത്തോല, അത് ഇവിടെ പോയെന്നല്ല അറിയില്ല. ഇനി എനിക്ക് ഇൻവെസ്റ്റ്മെന്റിനോടൊന്നും താല്പര്യമില്ല. ഞാൻ പറഞ്ഞ അതിന്റെ പേപ്പർ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ തപ്പി പിടിച്ചു. ഇപ്പൊ 2014 ഇൻവെസ്റ്റ് ചെയ്താൽ ഇന്നത്തെ വാല്യൂ 6 ലക്ഷം, 1 കോടി രൂപ 36 ലക്ഷം. അയാൾക്കത് അറിയില്ല, കാരണം അയാള് ഇമെയിൽ ID ഇല്ല അയാൾക്ക് ഇതിന്റെ അഡ്രസ്സോ കാര്യങ്ങളോ, ഒരു പ്രവാസിയായിരുന്നു, അതൊന്നും അതിൽ പ്രോപ്പർ റെക്കോർഡിൽ എഴുതിയിട്ടുണ്ടായില്ല. അയാൾ മറന്നിരുന്നതുകൊണ്ട് മാത്രം അത് അയാൾ ഓർത്തിറങ്ങി 6 ലക്ഷം 12 ലക്ഷം ആകുമ്പോൾ പുള്ളി എന്തെങ്കിലും ആവശ്യം വന്ന് എടുത്തേനെ. അപ്പൊ ഇങ്ങനെ ആ പൈസ റിട്ടേൺ കിട്ടും. ആ പൈസ അപ്പൊ അവര് നെക്സ്റ്റ് മന്ത് തന്നെ അതിന് 50 ലക്ഷം രൂപ വെച്ചു. അപ്പൊ ആ പോർട്ട്ഫോളിയോ നമ്മളെ എത്ര നാള് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഇത് ക്ലാസിക്. ഞാൻ ഇങ്ങനത്തെ എക്സാമ്പിൾ എല്ലാ മാസവും കാണുന്നുണ്ടെന്ന് തന്നെ ഞാൻ പറയാം. അപ്പൊ ഞാനിത് ഒരു എക്സാമ്പിളായിട്ട് 6 ലക്ഷം ഇട്ടത് 2000, അതും ഏറ്റവും വലിയ പെർഫോമൻസ് ഉള്ള മ്യൂച്വൽ ഫണ്ടിലൊന്നും അല്ല ഇൻവെസ്റ്റ് ചെയ്യണം. സാധാരണ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു ഒറ്റ ഗുണം ചെയ്ത അയാളത് മറന്നു. അല്ലെങ്കിൽ അത് അത്രയും വളരൂല. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ ഇടയിലാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു മലയാളിനെ സംബന്ധിച്ച് ഒരു 10 ലക്ഷം രൂപ 20 ആവും 30 ആവും. പിന്നെ നമ്മുടെ ഇനി ഇത് എവിടെ വളരാനാണ് ഒരു മലയാളിയുടെ മെന്റാലിറ്റി. ആ സമയത്ത് നിങ്ങൾ ഡൽഹി, ബാംഗ്ലൂർ, ബോംബെ, ഗുജറാത്ത് ഒക്കെ നോക്കിക്കോ. 10 ലക്ഷം 1 കോടിയായതും 2 കോടിയൊക്കെ ആയി ഒരുപാട് പോർട്ട്ഫോളിയോകളാണ്. മലയാളികളുടെ വളരെ റെയറായിട്ട് അതിങ്ങനത്തെ പോർട്ട്ഫോളിയോകളാണ്. കൂടുതൽ ചോദ്യങ്ങൾ ഇല്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന ചോദ്യങ്ങളാണ് പരമാവധി ഇന്ന് ഞങ്ങൾ ഷെയർ ചെയ്തത്. എങ്കിലും ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് കൂടുതൽ ചോദ്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലും അതുപോലെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ താങ്കളുടെ ഒരു സെഷനും കൂടി വയ്ക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് ഈ ഷെയർ ചെയ്ത വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ് നമ്മളോട് ഷെയർ ചെയ്തത്. അദ്ദേഹത്തിന്റെ വളരെ തിരക്ക് പിടിച്ച ഈ ജീവിതയാത്രയിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജോലി തിരക്കുകളെല്ലാം മാറ്റി വെച്ചുകൊണ്ടാണ് മേക്കാലിലേക്ക് വരികയും ഈ സമയം നമ്മളോട് ഒപ്പം ചെലവഴിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന് നന്ദി പറയാനായിട്ട് ഞങ്ങളുടെ സംഘടനയുടെ കൺട്രി കോർഡിനേറ്റർ ആയിട്ടുള്ള ഷിഹാബിനെ ക്ഷണിക്കുകയാണ്. വളരെ വിജ്ഞാനപരമായ കാര്യങ്ങളാണ് ഇഷാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് പോകാൻ നിഷാമിന്റെ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും സംഘടനയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അങ്ങനെ നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇതൊരു ചെറിയ ചർച്ചയായിരുന്നു. ഞങ്ങളുടെ ഈ സെഷൻ ശ്രമിച്ചതിന് വളരെയധികം നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും ഭാവിയിലും ഇതുപോലെ തന്നെ വിജ്ഞാനപ്രദമായിട്ടുള്ള ചർച്ചകളും സെഷൻസ് എല്ലാം നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങളുടെ മേക്കാലിറ്റി എക്സ്പാട്രി പ്രവാസി വെൽഫെയർ അസോസിയേഷന്റെ യൂട്യൂബ് ചാനലിൽ ഇത് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.